ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തി പരസ്യപ്പെടുത്തി എന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മേഖലയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. ഇതിൻ്റെ ശ്രമകാര്യങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേലിൻ്റെ അകത്ത് ചാരസംഘമായി ഇറാനിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനാലാണ് വളരെ എളുപ്പത്തിൽ തന്നെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോർത്തിയെടുക്കാനും മൊസാദിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ രഹസ്യം ചോർത്തി പ്രസിദ്ധീകരിക്കാനും ഇറാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. 189 ശാസ്ത്രജ്ഞന്മാരുടെ അഡ്രസ്സും പാസ്പോർട്ട് കോപ്പിയും അടക്കം ഇറാൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. തങ്ങൾക്കതിന് സാധ്യമാണ് എന്ന തരത്തിലാണ്. വീപ്പൺ പ്രോജക്റ്റ് അപ്പാടെ തന്നെ ചോർത്തിയിരിക്കുന്നു എന്നാണ്. ഇറാൻ്റെ ആക്രമണം എളുപ്പമാണ് എന്ന് ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഇസ്രായേൽ വിലയിരുത്തിയത് വളരെ ശക്തി കുറഞ്ഞ രീതിയിലാണ് അവർ തങ്ങളെ ആക്രമിച്ചത്, പ്രതിരോധിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നായിരുന്നു. എന്നാൽ പിന്നീട് സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് അതികഠിനമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയത് എന്ന് പുറത്തു വന്നത്. അതോടുകൂടി നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രയാസപ്പെടുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതിനോടനുബന്ധിച്ചാണ് ഇറാൻ്റെ അകത്തുനിന്ന് ഇസ്രായേൽ ചാരന്മാരെ യുദ്ധാനന്തരം പിടികൂടുന്നത്. 500-ലധികം ഇസ്രായേൽ ചാരന്മാരെ പിടികൂടിയതിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെട്ടതോടുകൂടിയാണ് ഇറാൻ സർക്കാരുമായിട്ട് ഈ ചാരവിഭാഗ സംഘത്തിന് ഒറ്റുകൊടുക്കുന്ന വിഭാഗത്തിന് നേരിട്ട് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടനുബന്ധിച്ച് അവരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ഇറാൻ ചെയ്ത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ പറയുന്ന കാര്യം ഡിമോണ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടുകൂടി ഇത് ഏത് മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ തന്നെ ഇറാൻ്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 40 കിലോമീറ്റർ തലസ്ഥാന നഗരിൽ നിന്ന് ഡിമോണ റിയാക്ടർ എന്ന് പറയുന്ന റിയാക്ടർ ഉള്ള സ്ഥലത്തേക്കുള്ള ദൂരം കണക്കാക്കുന്നു. എന്നിട്ട് ആ ദൂരം കണക്കാക്കിയിട്ട് അതിൽ ഈട് വഴി പോലെ കുറുക്ക് വഴിയിലൂടെ എത്താൻ പറ്റുന്ന പല വഴികളുമുണ്ട് എന്നുള്ളതും ആ വഴികൾ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പ്രസിദ്ധീകരണത്തിന് വിട്ടത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ കൈവശത്തിലുള്ള ഡിമോണ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചോർത്തപ്പെട്ടത് എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പം ഞെട്ടിയിരിക്കുകയാണ്. 1958 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 960 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ആണവ കേന്ദ്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഡിമോണ ആണവ കേന്ദ്രം അറിയപ്പെടുന്നത്. അമേരിക്കയും ബ്രിട്ടൻ്റെയും നേരിട്ട് നേതൃത്വത്തിലും സംയുക്തമായ രീതിയിലുമാണ് ഇവിടെ ആണവ കേന്ദ്രം നിർമ്മിക്കാനുള്ള സഹായങ്ങളെല്ലാം ഇസ്രായേലിന് അവർ ചെയ്തു കൊടുത്തത്. അതോടുകൂടി അത് അതീവ രഹസ്യമായിരിക്കുന്ന മേഖലയാക്കി മാറ്റുകയും ഒഴിഞ്ഞ മരുഭൂപ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക്കിന് കാണാൻ വേണ്ടി സാധിക്കൂ. ഈ ഏരിയ കംപ്ലീറ്റ് ഒരു പേഴ്സണൽ ട്രൂപ്പ് വളഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഇത് വന്നതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമില്ല എന്ന് എല്ലാ കാലത്തും ലോകത്തോട് വിളിച്ചു പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അവർ പെട്ടിരിക്കുന്ന സ്ഥിതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ഒരു ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലേക്ക് എത്ര ദൂരത്ത് ഏതൊക്കെ തരത്തിൽ എത്താൻ വേണ്ടി സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരമാണ് ഇറാൻ ഇപ്പോൾ ചോർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ച സമയത്ത് 300ഓളം മിസൈലിട്ട് ആക്രമിച്ച സമയത്ത് 40-ലധികം മിസൈലുകളും മരുഭൂമിയിൽ വീണ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയുണ്ടായിരുന്നു. വലിയ മണ്ടത്തരമാണ് ഇറാൻ അന്ന് ചെയ്തത് എന്നൊക്കെയായിരുന്നു അന്നത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ അവർക്ക് ഈ മേഖല ഡിമോണ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖല തിരഞ്ഞുകൊണ്ട് അവരുടെ മിസൈൽ ആക്രമിക്കുകയായിരുന്നു എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി ഇറാൻ സാധിച്ചത്. ഈ മേഖലയിൽ നിന്ന് ആണവായുധങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾക്ക് ഈ സ്ഥലമാറ്റം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യരഹസ്യങ്ങൾ ചോർന്നു പോകുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഏറ്റവും വലിയ വിഷമമായി വന്നിരിക്കുന്നത്. ഇതിന് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് അവർ ആലോചിച്ചിട്ട് പോലും അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാര്യം കൃത്യമായിരിക്കുന്ന ശത്രുവായിരിക്കുന്ന ഇറാൻ്റെ കൈവശത്തിലേക്ക് തങ്ങളുടെ ആണവ രഹസ്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ തങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ ഗുരുതരമായിട്ട് തന്നെ ഭവിക്കും
എന്ന് ഇസ്രായേലിന് അറിയാവുന്നതാണ്. ഇതിന് ഒരു ബദൽ സംവിധാനം ഏത് തരത്തിൽ ഒരുക്കാൻ പറ്റും എന്നുള്ളതും രാജ്യരഹസ്യങ്ങൾ എങ്ങനെയാണ് ചോർന്നു പോയത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനും പുതിയൊരു സംവിധാനത്തെ തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതേക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇസ്രായേൽ സർക്കാർ അവരോട് ആവശ്യപ്പെട്ടത്.